ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമസ്ഥർ ആരായിരിക്കും എന്നുള്ളതാണ് ആരാധകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന കാര്യം. ലുലു ഗ്രൂപ്പിന് താല്പര്യമുണ്ട് എന്ന റൂമറുകൾ വന്നിരുന്നു. പക്ഷെ അതിൽ യാതൊരുവിധ പുരോഗതിയും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നീട് വന്ന മറ്റൊരു റൂമർ കാലിക്കറ്റ് FC ഉടമസ്ഥരായ IBS സോഫ്റ്റ്വെയർ കമ്പനിക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അവർ കേരള ബ്ലാസ്റ്റേഴ്സുമായി ചർച്ചകൾ നടത്താനുള്ള ഒരുക്കത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ധനം ഓൺലൈനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കേരളത്തിലും വിദേശത്തുമായി ബിസിനസ് സംരംഭങ്ങൾ ഉള്ള ഒരു പ്രവാസി മലയാളിക്ക് അഥവാ ഒരു വിദേശ മലയാളിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാണ് ധനം ഓൺലൈൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ വിദേശ മലയാളിയുടെ പേര് ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പ്രശ്നം എന്തെന്നാൽ മാഗ്നം സ്പോർട്സ് ഇപ്പോൾ ക്ലബിന് വേണ്ടി വലിയ ഒരു തുകയാണ് ആവശ്യപ്പെടുന്നത് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിലെ അവസ്ഥയിൽ വലിയ തുക നൽകിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ വാങ്ങിയാലും പിന്നീട് ഒരു സീസണിൽ ഏകദേശം 50 കോടി രൂപയോളം കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ചിലവഴിക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഈ പാർട്ടികളെ മടുപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ബ്ലാസ്റ്റേഴ്സ് നിലവിൽ നഷ്ടത്തിലാണ് ഓടുന്നത്. വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബ്ലാസ്റ്റേഴ്സിനകത്ത് നടത്തേണ്ടി വരും. മാത്രമല്ല മാഗ്നം സ്പോർട്സ് നല്ല ഒരു തുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ പിന്നോട്ട് വലിക്കുന്നത് എന്നാണ് ധനം ഓൺലൈൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും നിലവിൽ ശക്തമായ ഒരു റൂമർ അത് IBS സോഫ്റ്റ്വെയർ കമ്പനിയുടെ റൂമർ തന്നെയാണ്. അതിൽ എത്രത്തോളം പുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.